കൈരളി ന്യൂസ് ഇംപാക്ട് കള്ളപ്പരാതിയിൽ മോഷണ കുറ്റം ആരോപിച്ച ഭിന്നശേഷിക്കാരിയെ 6 മണിക്കൂർ ചോദ്യം ചെയ്ത സംഭവത്തിൽ കൊട്ടാരക്കര റൂറൽ എസ്.പി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ശാസ്താംകോട്ട ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. കൊല്ലം ശൂരനാട് പോലീസാണ് ഭിന്നശേഷിക്കാരിയെ മാനസികമായി പീഡിപ്പിച്ചത്. രാജ്കുമാർ നൽകും വിവരങ്ങൾ. രാജ്കുമാർ, എന്താണ് സംഭവം? നിലവിൽ അതായത് ഈ മാസം 12-ാം തീയതി ഒരു യുവതി തന്റെ വീട്ടിലെ സ്വർണ്ണാഭരണം 14 പവൻ നഷ്ടപ്പെട്ടു എന്ന് കാട്ടി ശൂരനാട് പോലീസിൽ പരാതി നൽകി. ആ പരാതിയെ തുടർന്ന് ഇതിൽ ശ്രീജ എം, അതുപോലെ ശ്രീജയുടെ സഹോദരൻ ഷിബു രണ്ടുപേരെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്റ്റേഷനിൽ വരാൻ ആവശ്യപ്പെട്ടു. ഇവർ 1 മണിക്ക് എത്തി. വൈകിട്ട് 6:30 വരെ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ ആ സമയത്തൊന്നും ഈ പരാതിക്കാരി എത്തിയില്ല. 13-ാം തീയതി എത്തിയില്ല. 14-ാം തീയതി ഇതേ പരാതിക്കാരി എത്തുന്നത് തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സ്വർണ്ണാഭരണം തിരികെ ലഭിച്ചു. ആ സ്വർണ്ണാഭരണം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ലഭിച്ചു. അതുകൊണ്ട് തനിക്ക് പരാതിയില്ലെന്ന് അറിയിച്ചു. പക്ഷേ 12-ാം തീയതി 1 മണി മുതൽ 6:30 മണി വരെ സ്റ്റേഷനിലിരുത്തി പോലീസ് ഈ യുവതിയെയും, അതായത് ഭിന്നശേഷിക്കാരിയാണ് ശ്രീജ, പോളിയോ ബാധിച്ച കാലിന് സ്വാധീനമില്ലാത്ത ആൾ കൂടിയാണ്, ആ യുവതിയെയും ആ സഹോദരനെയും ഷിബുവിനെയും ഇത്രയും മണിക്കൂറേറെ ചോദ്യം ചെയ്തത് നാട്ടിൽ മുഴുവനും പാട്ടാവുകയും അവർക്ക് മാനഹാനി സംഭവിക്കുകയും ചെയ്തു. നിലവിൽ മോഷ്ടാക്കളെന്ന് മുദ്രകുത്തിയാണ് ഈ പോലീസ് അവരെ ചോദ്യം ചെയ്തത്. എന്നാൽ നിരപരാധിയാണെന്ന് ഈ പരാതിക്കാരി തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ പിന്നീട് ഇവർക്ക് ഇനി കേസൊന്നുമില്ല, നിങ്ങൾക്ക് പോകാമെന്ന് അറിയിക്കുകയായിരുന്നു. പക്ഷേ നാട്ടുകാർ ഇപ്പോഴും അവരെ മോഷ്ടാവെന്ന നിലയിൽ കാണുന്നു. ആ നിലയിലുള്ള അവരെ 2 പെൺമക്കളുണ്ട്. അവർക്ക് സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത വിധം അവർ മാനസികമായ വലിയ സമ്മർദ്ദത്തിലാണ്. നിലവിൽ മോഷ്ടാവെന്ന് മുദ്രകുത്തിയ തനിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് ഈ യുവതി, ഭിന്നശേഷിക്കാരിയ യുവതി, പോലീസിന് റൂറൽ എസ്.പിക്ക് ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയുമില്ല. പരാതിക്കാരി ശരിക്കും സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പരാതിക്കാരിയായ അവർ കൊണ്ടുവന്നത് സ്വർണം തന്നെ ആയിരുന്നോ, അതോ മറ്റെന്തെങ്കിലും ആണോ, എത്ര പവനുണ്ടായിരുന്നു, ഈ വക ചോദ്യങ്ങളുമില്ല, പറച്ചിലുമില്ല. മാത്രമല്ല ഇവർ നിരപരാധിയാണെന്ന് പോലീസ് എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ ആ നിലയിൽ പുറത്ത് ആരോടും പറയുകയും ചെയ്തിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം റൂറൽ എസ്.പി ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ശാസ്താംകോട്ട ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.